അല്ലേ? ഈ ടാങ്ക് നമുക്കൊന്ന് ക്ലീൻ ആക്കിയാലോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അവിടെ എന്താ പണി? ഓയ് ഇവിടെ എന്താ ഇതെന്താ പണി? ഇത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാണ്. ടാങ്ക് ക്ലീൻ ചെയ്യേണ്ടതിന്റെ കാരണം പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ എച്ചിൽ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ എച്ചിലൊന്ന് ക്ലീൻ ആക്കി കണ്ട് നമുക്ക് മീനാക്കുള്ള ഒരു അത്യാവശ്യം വളരാനുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിന്റെ കളർ കണ്ടില്ല, മൊത്തം പച്ച കളറാണ്. അപ്പോൾ ഇത് മൊത്തം നമ്മളിത് ക്ലീൻ ആക്കാൻ പോവാണ്. അത് ആ പണിയാണ് ഇപ്പൊ ഇന്നത്തെ പരിപാടി. ഇതിലിപ്പോ ഏതാ ഉള്ളത്? ഇതില് കാര്യണ്ട്, കടുണ്ടല്ലോ, കടുണ്ട്. അതുപോലെ തന്നെ നമ്മളെ നാടൻ മുയ്ക്കുട്ടികളും ഉണ്ട്, കോട്ടിയുണ്ട്, കോട്ടിയുണ്ടല്ലോ, കോട്ടിയുണ്ട്. അപ്പൊ വെള്ളം വറ്റിന്റെ ശേഷം നമുക്ക് മുയ്ക്കുട്ടികളെയും കോട്ടിനൊക്കെ നമുക്ക് കാണാം. കോട്ടിനൊക്കെ ഇപ്പൊ വല്ലാതെ എവിടെയും ഇല്ല. അപ്പൊ നമ്മളിത് പിന്നെ ജസ്റ്റ് ഒന്ന് ബ്രീഡിങ്ങിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഒന്ന് നമ്മുടെ നാട്ടിലുള്ള മത്സ്യത്തെ ഒന്നൊന്ന് സംരക്ഷിക്കുന്ന രീതിയിലാണ് ഈ ഒരു പരിപാടി നമ്മൾ സെറ്റ് ആക്കിയിട്ടുള്ളത്. നല്ല എച്ചിലുണ്ടല്ലേ? നല്ല എച്ചില. ഒരു ഏകദേശം ഒരു 1.5 മാസം വരെ ഈ വെള്ളം ഈ നിർത്തം നിൽക്കുകയാണ്. നമ്മൾ തീറ്റ കറക്റ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ 1.5 മാസം നിന്ന് ഒരു ക്ഷീണം ഉണ്ടാവില്ല. കാരണം ഇത് കണ്ടില്ല, ഇതിപ്പോ നമ്മള് കച്ചാന്ന് പറയുകയാണെങ്കിൽ ഇത് ഒരതി ഉണ്ടാക്കിയതാണ്. മീനിനെ നമുക്ക് കറക്റ്റ് കാണാം. ഇതിലിപ്പോ എത്ര പീസ് ഉണ്ടാവും? ഇതിലിപ്പോ 2000 കുട്ടികളുണ്ട്. അതിൽ 500 കടുണ്ട്, ബാക്കി നാടൻ കുട്ടികളുണ്ട്. അല്ല, നമ്മളെ കോട്ടിനെ കണ്ടിട്ടില്ല. കോട്ടിനെ ഒന്ന് കാണിച്ചു തരുമോ? ആ കോട്ടി ഇതിൽ ഇഷ്ടം പോലെ കോട്ടിണ്ട്. ജസ്റ്റ് കാണിച്ചു തരാം. കോട്ടി ഫിഷ് നമ്മൾ നാട്ടിലുണ്ട്. ഇതെന്താന്നറിയോ? ഇതിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. കുത്തിയ മൂത്രമൊഴിച്ചാന്നുള്ളതാണ്. കുത്തിയ ഓട്ടോമാറ്റിക്കലി മൂത്രമൊഴിക്കും. ആര്? നമ്മള് ഉണ്ടാ നല്ല പണിയാവൂലേ? ഇതിന് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് പിടിക്കലിട്ടാ. ഈ രീതിയിലാണ് പിടിക്കല്. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ഡാമേജ് കാര്യങ്ങൾ വരില്ല. പക്ഷെ നമ്മൾ ഇങ്ങനെ കൂട്ടി പിടിക്കുമ്പോൾ ഇങ്ങനെ ചെകിള അടിച്ചുകാണ്ട് നമ്മളെ കുത്തിക്കാണ്ട് ചിലപ്പോൾ നമുക്ക് നല്ല പെയിൻ ഉണ്ടാവും. ആ പെയിൻ ഇല്ലാതെ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കടുണ്ട്, കോട്ടിയുണ്ട്, നാടൻ മുൻകുട്ടികളുണ്ട്. അപ്പോൾ നാടൻ വിഭവങ്ങളാണ് നമ്മളെ ടാങ്കിലുള്ളത്. എന്താ സൂപ്പർ, അടിപൊളി. നമ്മൾ വെള്ളം മാറ്റിലൊക്കെ ഇവിടെ എത്തി. വെള്ളത്താ ഏകദേശം വെള്ളം വറ്റിയിട്ടുണ്ട്. അല്ലടോ, നമുക്ക് കോട്ടി മാത്രമേ കാണിച്ചു തന്നിട്ടല്ലോടോ. ഇതില് മുയ്ക്കുട്ടികളെ കിട്ടാൻ കടുവാണ് കൂടുതലുള്ളത്. മുയ്ക്കുട്ടികളെ നോക്കട്ടെ. കടുങ്കി കടു ആരെ കിട്ടും നോക്കാം. മുയ്ക്കുട്ടികള് നല്ല സൈസ് ഉണ്ടല്ലേ? സൈസുള്ള കുട്ടികളാണ്. ഇതിപ്പോ നമുക്ക് കൊടുക്കാനാണോ? ഇത് നമുക്ക് കൊടുക്കാം. പിന്നെ ഇതിപ്പോ ഞാൻ ബ്രീഡിങ്ങിന് വേണ്ടി കുറച്ച് ബ്രീഡിങ്ങിന് വേണ്ടി ഇത് സെറ്റ് ആക്കാണ്ട്, കാര്യമായാലും എല്ലാതായാലും ഒന്ന് സെറ്റ് ആക്കണം, ഒന്ന് റെഡിയാക്കാണ്ട്. അപ്പൊ നമ്മളിവിടെ മലപ്പുറം ജില്ലയുടെ വരാലും കരിമീനും ഇതിന്റെ ബ്രീഡിങ് യൂണിറ്റ് ഗവൺമെന്റ് നമ്മളിതിനാണ് പാസ്സാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മെയിനായിട്ട് നമ്മൾ കേരളത്തിലോട്ട് പോകുന്ന വരാൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ കരിമീൻ്റെ കുഞ്ഞുങ്ങളും ഒക്കെ നമ്മളെ ഫാമിൽ നിന്നായിരിക്കും ഡീലേഴ്സിന് നമ്മൾ കൊടുക്കല്. കാരണം വെച്ചാൽ ഒരുപാട് ഡീലേഴ്സുകൾ നമ്മളെ ഫാമിൽ നിന്ന് കുഞ്ഞുങ്ങളെ ആച്ചറിലോട്ട് കൊണ്ടുപോയിക്കാണ്ട് വലുതാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ബൾക്കായിട്ട് ഇപ്പോൾ ഏകദേശം വരാലുകളൊക്കെ ഏകദേശം 3 ലക്ഷം കുഞ്ഞുങ്ങൾ നമ്മളിപ്പോൾ പോണ്ടിലിപ്പോൾ സെറ്റായി റെഡിയായി വരുന്നുണ്ട്. അടുത്ത ബാച്ച് ഒരു 4 ലക്ഷം കുഞ്ഞുങ്ങൾ നമ്മളവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ പിറ്റത്തത് നമ്മുടെ ഈ ബ്രീഡിങ് നമ്മളിവിടെ റെഡി ആയി കൊണ്ട് നിൽക്കുന്ന ബ്രീഡിങ് വരാലും അതുപോലെ കരിമീനും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കരിമീനുകളൊക്കെ നമ്മളിവിടെ ബ്രീഡിങ് തുടങ്ങിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ആ വീഡിയോ വേണമെങ്കിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാം അല്ലേ? അത്രേ ഉള്ളൂ. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ ഫിഷ് പോണ്ട്, നമ്മളെ നാച്ചുറൽ മീനുകളൊക്കെ വളർത്തേണ്ട പോണ്ടാണ്. ഇതിൽ കിടക്കുന്നത് നമ്മളെ കോട്ടി, അതുപോലെ കാരി, പിന്നെ നമ്മളെ നാടൻ മുയ്ക്കുട്ടികളും. അപ്പോൾ ഇവരെ കൂട്ടത്തൊക്കെയാണ് നമ്മൾ ഇറങ്ങുന്നത്. എന്താണെന്നൊന്നും അറിയില്ല. ഈ അറിയാം, ഒന്നെങ്കിൽ അടുത്ത വീഡിയോ ഏതെങ്കിലും ഹോസ്പിറ്റലിലായിരിക്കും, ഏതായാലും നമുക്ക് കണ്ടറിയാം. പിന്നെ വേറെ ഒന്നെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം, ഒന്നെങ്കിൽ നിങ്ങളെ കുത്തേണ്ടത്, അല്ലെങ്കിൽ കണ്ടാ ഇവിടെ ഫുള്ള് എച്ചിൽ പിടിച്ച് കിടക്കണം. ഇവിടെ ഇപ്പോൾ നമ്മൾ ഇറങ്ങാനായിട്ട് ഇവിടെ ഒന്ന് ഇതാക്കിയിട്ടുണ്ട്, ഈ ഒരു ഇത് വെച്ച് തോത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇറങ്ങുകയാണെങ്കിൽ ഒന്നെങ്കിൽ കാലൊടിഞ്ഞാണ്ട് അതിൽ കുത്തുണ്ടാകാണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്നായിട്ട് ഉണ്ടാവുമായിക്കാരോ.
നമുക്ക് വലിച്ചെറിഞ്ഞു. അയ്യോ നമ്മൾ അറിഞ്ഞിട്ട് നല്ല വഴുക്കുണ്ട് കേട്ടോ. നല്ല രീതിയിൽ വഴുക്കുണ്ട്. മീനാളൊക്കെ ചവിട്ട് കാല് കൊത്തിനെ. നമുക്ക് നമ്മളെ മുഷിനെ പിടിക്കാൻ പോകണം. ഇതിൽ ഏതാ കിട്ടുന്നതായാലും ഒന്നെങ്കിൽ കാര്യമിട്ടും കോട്ടിയിട്ടും ഒന്നെങ്കിൽ മുഷിനുണ്ട്. ഉള്ളതുകൊണ്ട് നിങ്ങൾ അൽഹംദുലില്ലാ അറിഞ്ഞാണ്ട് ഇപ്പം നമുക്കത് ഒന്ന് പിടിക്കട്ടെ. നിറച്ചുണ്ട് ഒന്ന് കിട്ടി. ഇത് മുഷിയാണല്ലേ, നാടൻ മുഷിയാണ് കേട്ടോ. നമ്മളെ കാണിച്ചത് നല്ല രീതിയിൽ നോക്കൂ. നല്ല ക്ലീൻ പീസ് സാധനം, നല്ല സൈസൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മളെ നാടൻ മുഷിയല്ലേ, നാടൻ മുഷിയാണ് കേട്ടോ. അത് ഇതിൽ കാര്യം കോട്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം വറ്റുമ്പോൾ നല്ല രീതിയിൽ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കാം അല്ലേ.